So the next chapter is Kerala Model Development by ഗോവിന്ദൻ പാറയിൽ ആൻഡ് ടി ശ്രീകുമാർ. ഈ ഒരു ചാപ്റ്ററിൽ കേരളത്തിലെ ഡെവലപ്മെൻറ്റുകൾ, ഓക്കെ, കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കേരളം നേരിടുന്ന ചലഞ്ചുകൾ, ഇതൊക്കെയാണ് പറയുന്നത്. സോ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത്, കേരളത്തിൽ ആളുകൾക്ക് ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്, പക്ഷേ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ഓക്കെ, ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റെവിടെയും കാണാത്ത ഒരു ഫീച്ചറാണ് നമ്മളിവിടെ കേരളത്തിൽ കാണുന്നത് എന്ന് പറയുന്നത്. വളരെ വിരളമായിട്ട് കാണുന്ന, അതായത് ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ നമുക്കതിന് ഉത്തരം കണ്ടെത്താം. സോ അതായത് കേരളത്തിലെ ആളുകൾക്ക് ആവറേജ് ഇൻകം, ഓക്കെ, ലോ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, ഇൻകം കുറവാണ്, ഓക്കെ, സാലറി കുറവാണ്, പക്ഷേ എന്താണ് ആവറേജ് ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ, ഓക്കെ, പക്ഷേ എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരു മുട്ടലും ഇല്ലാതെ, ഒരു ഫാമിലിയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പോവർട്ടി ഒന്നും ഇല്ലാതെ, മീൻസ് ഒറ്റപ്പെട്ട ഇടങ്ങളിലുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്തുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട്, ഓക്കെ, പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇങ്ങനെയാണ് കേരളത്തിലെ ആളുകൾ കൈക്കൊണ്ടത് എന്നുള്ളൊരു കാര്യം പല ഡെവലപ്മെൻറ്റൽ കൺട്രീസിനെ എടുക്കുമ്പോൾ, അവിടെ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് കൈക്കൊണ്ടത് എന്നുള്ള ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം പറയുന്നു. സോ അതിനുള്ള നിദാനമായിട്ട് പറയുന്നത് സർവീസ് സെക്ടറിൻ്റെ, ഓക്കെ, സർവീസ് സെക്ടറിൻ്റെ ഉയർച്ചയാണ്. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ സ്ട്രോങ് ആണ്, ഓക്കെ, ഒരുപാട് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് സഹായിക്കുന്ന ഹോസ്പിറ്റലുകൾ, മീൻസ് പബ്ലിക്, നമ്മൾക്ക് അറിയാം, PHCകൾ, ഓക്കെ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ വേറൊരു എഡ്യൂക്കേഷനും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. സോ ഇങ്ങനെ സർവീസ് സെക്ടറിൻ്റെ ഒരു എഫിഷ്യൻസി ഇതിനെ സഹായിക്കുന്നു. അതായത് സർവീസ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് രണ്ടും ഒരു നിദാനമാണ് ഈ ഒരു സർവീസ് സെക്ടറിൻ്റെ ബൂമിങ്ങിന് വേണ്ടി. പക്ഷെ അതേസമയം തന്നെ അതിനൊരു കോട്ടമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നമുക്ക് വെല്ലുവിളിയായിട്ട് പറയുന്നത് പ്രൊഡക്ഷൻ സെക്ടേഴ്സിൻ്റെ അഭാവം. ഓക്കെ, ഇത് ഉയർന്നത് കൊണ്ടല്ല ഒരിക്കലും, ഓക്കെ, അതൊരു പോസിറ്റീവ് തന്നെയാണ്. അതായത് എഡ്യൂക്കേഷണൽ സെക്ടറും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറും ഉയർന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൊഡക്ഷൻ സെക്ടറും ഒന്നും കൂടി സ്ട്രോങ് ആക്കിയാൽ, ഒരു ഇൻഡസ്ട്രിയൽ ബേസുകൾ, അല്ലെങ്കിൽ ഉൽപാദന മേഖലകൾ, ഓക്കെ, അതായത് എക്സ്പോർട്ടുകൾ, പണ്ട് കാലത്തൊക്കെ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു, പെപ്പർ പോലെയുള്ള പല കാര്യങ്ങളും എക്സ്പോർട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പെപ്പർ, ഓക്കെ, പിന്നെ നമ്മുടെ റൈസ് ഐറ്റംസ്, ഫുഡ് ക്രോപ്സുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓക്കെ, ഫുഡ് ഐറ്റംസ് ഒക്കെ അധികം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. സോ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ സെക്ടേഴ്സിൻ്റെ ഒരു ബൂമിങ് ഉണ്ടായാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. കേരളത്തിലെ ചില ഫീച്ചേഴ്സ്, കേരള ഡെവലപ്മെൻ്റൽ മോഡലിൻ്റെ ചില ഫീച്ചേഴ്സാണ് ഹൈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ അധികം ആളുകൾക്കും നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്, അരാഷ്ട്രീയവാദികൾ കുറവാണ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും, ഒരു രാഷ്ട്രീയ പാർട്ടി 5 വർഷം, പിറ്റത്തെ വർഷം വേറെ രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റിവാൾഡറി, മീൻസ് ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റുകളിലൂടെ, ഓക്കെ, മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റുകളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ഹെൽത്തി ആയിട്ടുള്ള മാർഗം, വലിയൊരു കോൺഫ്ലിക്റ്റുകളില്ലാതെ അന്യസംസ്ഥാനങ്ങൾ നടക്കുന്ന വലിയൊരു കോൺഫ്ലിക്റ്റ്, അതിൽ നിന്നും വിഭിന്നമായിട്ട് നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. സോ പൊളിറ്റിക്കലി ആളുകൾ കോൺഷ്യസ് ആണ്, മീൻസ് പൊളിറ്റിക്കലി നല്ല ബോധമുള്ള ആളുകളാണ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ്. ലോ കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ തന്നെ ഹയസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡീസസ്, അതായത് മാനവ വിഭവശേഷികൾ കൂടുതലാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, ശിശു മരണനിരക്ക് കുറവാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് ഹെൽത്ത് കെയറിൻ്റെ, നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ അംഗൻവാടികളിൽ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഓക്കെ, മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്,
ഓക്കെ. അതുപോലെ തന്നെ മാതൃ മരണനിരക്കും കുറവാണ്. ഇതും എന്താണ്, പ്രഗ്നൻസിയുടെ ടൈമിൽ അവരെ കെയർ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടപെടലുകൾ, ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടപെടലുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ എന്താണ്, നല്ല ഹയസ്റ്റ് ഹ്യൂമൻ എക്സ്പെക്റ്റൻസി റേറ്റ് ഉണ്ട്. അതുപോലെ ആയുർദൈർഘ്യം, ഓക്കെ, ആയുർദൈർഘ്യം കൂടുതലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ. സോ അത് പിന്നെ ലിറ്ററസി റേറ്റ് കൂടുതലാണ്, സാക്ഷരതാ നിരക്ക് കൂടുതലാണ്. ഇതൊക്കെ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ തേർഡായിട്ട് പറയുന്നത് സർവീസ് സെക്ടേഴ്സിൻ്റെ ഒരു ബൂമിംഗ് ആണ്. നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ ബൂമിംഗ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ്സും കൂടുതലാണ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ആളുകൾക്ക് സാലറി കുറവാണെങ്കിലും, പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിലും, ആവറേജ് സാലറി ആണെങ്കിൽ പോലും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഉയർച്ചയിൽ തന്നെയാണ്. പിന്നെ കേരളം നേരിടുന്ന ചലഞ്ചുകളാണ്. ഓക്കെ, ഇത് എല്ലാ കാലത്തേക്കും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, മീൻസ് നമുക്ക് അധികവും കിട്ടുന്നത്, ഓക്കെ, മോസ്റ്റ് ഓഫ് ദ മണി കം ഫ്രം അബ്രോഡ്, ഓക്കെ, എസ്പെഷ്യലി ഫ്രം ഗൾഫ് കൺട്രീസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം കാലം നിലനിൽക്കും? ഓക്കെ, അവരൊരു നിയമം പുറപ്പെടുവിക്കുകയാണ്, ഇവർക്ക് മാത്രം, ഈ ഒരു രാജ്യത്തിലുള്ള ആളുകൾക്ക് മാത്രം ജോലി കൊടുത്താൽ മതി എന്നുള്ളൊരു നിയമം വന്നാൽ, ഓക്കെ, നമ്മൾ നിത്താഖാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള നിയമങ്ങൾ വന്നാൽ, കടുത്ത നിയമങ്ങൾ വന്നാൽ, ഓക്കെ, ആ ഒരു ഫോറിൻ മണിയുടെ വരവ് അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസും അത്തരത്തിലുള്ള നിയമങ്ങൾ പുറപ്പെടുവിച്ചാൽ, ഓക്കെ, അതിന് ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കുമെന്നുള്ളത്. സോ അത് നമ്മൾ മുൻകൂട്ടി കാണണം. ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മണി കം ഫ്രം ഫോറിൻ കൺട്രീസ്. സോ വി മസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ്. ദെൻ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്, അതായത് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അത് സ്കോപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതായത് പ്രൊഡക്ഷൻ സെക്ടർ മുരടിച്ച് നിൽക്കുന്നത് കൊണ്ട് ആളുകൾക്ക് എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, അതായത് ബിസിനസ് എത്രത്തോളം സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളത്, ഓക്കെ, ഒരു ശങ്ക ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇനീക്വാലിറ്റി, ഓക്കെ, അതായത് ഇനീക്വാലിറ്റി എന്നുള്ളത്, അതായത് ആളുകളുടെ ഇടയിലുള്ള ആദ്യമൊക്കെ ഉണ്ടായിരുന്ന സമത്വങ്ങൾ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ വരിക മീൻസ് പിന്നെ ഒരു അസമത്വം നിലനിൽക്കുകയും, ഒരു എന്താണ്, അസംഘടിതാവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു ഡിസാസ്റ്റർ ടൈമിലോ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കേണ്ട ടൈമിൽ ആ ഒരു സമയത്തുള്ള ഭിന്നത, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, ഇതൊക്കെ ചലഞ്ചുകളാണ്, കോമൺ ആയിട്ടുള്ള ചലഞ്ചുകളാണ്. സോ ഫീച്ചേഴ്സ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ പരിശോധിക്കണം. സോ പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീൻ ഡ്രീസ് ആൻഡ് അമർത്യ സെൻ എന്ന് പറയുന്ന വേൾഡ് ലെവലിലുള്ള സ്കോളേഴ്സ്, അവർ നമ്മുടെ കേരളത്തെയും അതുപോലെ തന്നെ ചൈനയിലുള്ള ചില പ്രവിശ്യകളെയും കമ്പയർ ചെയ്യുകയാണ്, ഇന്ത്യയും ചൈനയും കമ്പയർ ചെയ്യുകയാണ്. അവർ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലൊരു മോഡൽ എന്ന് പറയുന്നത്, കേരള മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ മോഡൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഡെമോക്രസി, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ആളുകൾക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് പഞ്ചായത്ത് മുതൽ, അതാണ് ഗ്രാസ് റൂട്ട്, ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങാം. പക്ഷേ ചൈനയിൽ ഒരു ഫെമീൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ വലിയൊരു പോവർട്ടി ഉണ്ടായിരുന്നു. അതിൽ എത്രയോ ആളുകൾ, 30 to 45 മില്യൺ ആളുകൾ 1850 1958 മുതൽ 1962 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിരുന്നു. ആദ്യം അവർ ഫാമിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പിന്നീട് ഈ ഒരു ഫാമിങ്ങിന് ഇമ്പോർട്ടൻസ് വരാതിരിക്കാനുള്ള ഒരു കാരണം, ചൈനക്കാർ കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്, അവർ അതോറിറ്റിയെ ഭയന്നുകൊണ്ട്, അതോറിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സ്റ്റീൽ പോലെയുള്ള, അല്ലെങ്കിൽ ഈ മിലിറ്ററി പോലെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. സൈന്യത്തെ എന്ത് ചെയ്യണം, പിന്നെ സ്ട്രോങ് ആക്കണം എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇന്ത്യ ചിന്തിച്ചത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് ഏറ്റവും സാധാരണക്കാർ, അവരുടെ വോയിസ് എന്ത് ചെയ്യണം, അവരുടെ വോയിസിന് പ്രാധാന്യമുണ്ട്, ഫാർമേഴ്സിൻ്റെ വോയിസിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ചൈനയിൽ ഒരു അതോറിറ്റി ആയിരുന്നു, ഓക്കെ, കമ്മ്യൂണിസ്റ്റ് അതോറിറ്റി മീൻസ് അവരുടെ മീൻസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. ഏറ്റവും തലപ്പത്തുള്ള ആൾ എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിലുള്ള ആൾ തീരുമാനിക്കുക ഇവിടെ എന്താണ്,
ഇവിടെ എല്ലാവർക്കും ഒരു തുല്യാവകാശം ഉണ്ടായിരുന്നു. സോ അവരുടെ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അവർക്ക് വിനയായി തീർന്നു. മീൻസ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് മുതലുള്ള ആ ഒരു സംവിധാനങ്ങളിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, ആ ഒരു ഫാമിനെ കൂടുതൽ തടയാമായിരുന്നു. സോ ബോട്ടം അപ്പ് അപ്രോച്ചും അതുപോലെ തന്നെ അപ്പ് ബോട്ടം അപ്രോച്ച് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അപ്രോച്ചും എന്താണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ, ഓക്കെ, താഴേക്കിടയിലുള്ള ആളുകൾക്ക് എന്ത് കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. അവർക്ക് ഫാമിംഗ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഫാമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഇന്ത്യ. പക്ഷെ നേരെ മറിച്ച് ചൈന എന്ന് പറഞ്ഞത്, ചൈന അതോറിറ്റി ലെവലിൽ ചിന്തിച്ചു തുടങ്ങി. മീൻസ് ടോപ്പിലുള്ള ആളുകൾ എന്താണോ പറയുന്നത് അത് എന്ത് ചെയ്യുക, ബോട്ടമുള്ള ആളുകൾ അനുസരിക്കുക, ഫാർമേഴ്സ് അനുസരിക്കുക എന്നുള്ള രീതിയിൽ. സോ ഡെമോക്രറ്റൈസേഷൻ കൂടുതൽ വന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ, കേരളത്തിൽ വളരെ ശക്തമായിട്ട് കൊണ്ട് തന്നെ ഫാർമേഴ്സൊക്കെ എന്ത് ചെയ്തത്, അവരൊക്കെ സ്വന്തം തീരുമാനമെടുക്കുകയും മീൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫാമിംഗ് ചെയ്യുകയും അവർ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആക്കുകയും ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ശക്തിപ്പെടുത്തുകയും ചെയ്തത്. സോ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്.